ഇനി നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ്. There are two families A and B. There are 4 men, 6 women, and 2 children in family A, and 2 men, 2 women, and 4 children in family B. The recommended daily amount of calories is 2,400 for men, 1,900 for women, 1,800 for children, and 45 grams of proteins for men, 55 grams for women, and 33 grams for children. Represent the above information using matrix. Also, using matrix multiplication, calculate the total requirement of calories and proteins for each of the two families. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയല്ലോ. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡേറ്റാസാണ് തന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ 2 ഫാമിലി തന്നിട്ടുണ്ട്. എ ബി 2 ഫാമിലിയിലെ മെമ്പേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് അവരുടെ ഒരു ഡയറ്റിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് എത്ര കലോറീസ് വേണം, അതേപോലെ എത്ര പ്രോട്ടീൻസ് അവർ ഓരോരുത്തരും എത്ര പ്രോട്ടീൻസ് എത്ര കലോറീസ് ഓരോ ദിവസവും യൂസ് ചെയ്യണം, അതിൻ്റെ റിക്വയർമെൻറ്റ്സുമാണ് തന്നിരിക്കുന്നത്. ഫാമിലി എയിൽ 4 men, 6 women, 2 children. അതേപോലെ ഫാമിലി ബിയിൽ 2 men, 2 women, 4 children. ഇനിയും അവരോരോരുത്തരും യൂസ് ചെയ്യുന്ന അവരുടെ റിക്വയർമെൻറ്റ്സ്. കാലറീസ് ഫോർ മെൻ ഒരു ഡെയിലി കാലറീസ് എത്രയാണ്? 2,400. അതേപോലെ വിമൻ 1,900 ആൻഡ് ചിൽഡ്രൻ 1,800. ഓരോരുത്തരും ഇത്രയും വീതം കാലറീസ് വേണം, റിക്വയർമെൻ്റാണ്. അതേപോലെ പ്രോട്ടീൻസ്, ഡെയിലി പ്രോട്ടീൻസിൻ്റെ റിക്വയർമെൻറ്റ് എത്രയാണ്? മെൻ 45 grams, then women 55 grams, children 33 grams. ഇതുപോലൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലാക്കി മാറ്റണം. നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് മെട്രിക്സ് ആക്കുന്നത്, ടേബിൾ ഫോമിലാക്കുക. അതെങ്ങനെ നമുക്കിതിനെ ടേബിൾ ഫോമിലാക്കാം? ഇപ്പം ഇവിടെ ഒന്നിൽ കൂടുതൽ മെട്രിക്സസ് വേണ്ടി വരും. നമുക്ക് ആദ്യം ഈ ഫാമിലി മെമ്പേഴ്സിനെ ഒരു മെട്രിക്സിലാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫാമിലി എ, ഫാമിലി എ, ഫാമിലി ബി 2 റോയിലിടുന്നു. ഇനി ആ ഓരോ റോയിലെ ഫസ്റ്റ് കോളത്തിലെ മെൻ എത്രയാണെന്ന് ഇടുന്നു. സെക്കൻഡ് കോളത്തിൽ വിമൻ എത്രയാണെന്ന് ഇടുന്നു. തേർഡ് കോളത്തിൽ ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് എഴുതാം 4, 6, 4, 6. Then second row 2 men, 2 women, 4 children. ഇവയെ നമുക്കൊരു മെട്രിക്സ് എഴുതി. ഓക്കെ, ഇപ്പോൾ ഒരു മെട്രിക്സ് കിട്ടി. നമുക്ക് ഈ മെട്രിക്സിന് ഒരു പേര് കൊടുക്കാം. ദാറ്റ് ഈസ് എക്സ്. X is equal to matrix 4, 6, 2, 2, 2, 4. ഇനി നമുക്ക് കാലറീസ് അവരുടെ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു മെട്രിക്സ്. അത് ഏതൊക്കെയാണെന്ന് നോക്കി. ഇവിടെ കാലറീസ് ഉണ്ട്, അതേപോലെ പ്രോട്ടീൻസ് ഉണ്ട്. കാലറീസും പ്രോട്ടീൻസുമാണ്. അപ്പോൾ ഇത് നമുക്ക് മെൻ, വിമൻ, ചിൽഡ്രൻ താഴോട്ട് ഇടാം. ഒന്നാമത് കാലറീസ്, ഫസ്റ്റ് റോ മെൻ, സെക്കൻഡ് റോ വിമൻ, തേർഡ് റോ ചിൽഡ്രൻ. ഇവിടെ ഫസ്റ്റ് കോളം കാലറീസ്, സെക്കൻഡ് കോളം പ്രോട്ടീൻസ്. കാലറീസ് എത്രയാണ്? കാലറീസ് ഫോർ മെൻ 2,000
and 400 calories. അതേപോലെ വിമൺ 1900 calories. Then children 1800 calories. അതേപോലെ പ്രോട്ടീൻസ് നോക്കാം 45, 55, 32. അപ്പോൾ ഇവിടെ നമുക്ക് റോയിങ് കോളാക്കി മാറ്റി ഇനി ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാം. ഈ മെട്രിക്സ് നമുക്ക് മറ്റൊരു പേര് കൊടുക്കുന്നു ദറ്റ് ഈസ് വൈ. ഓക്കെ, ഇപ്പോൾ മെട്രിക്സ് എയുടെ മെട്രിക്സ് എക്സ് ഫസ്റ്റ് മെട്രിക്സ് ഫോം ചെയ്ത് കിട്ടിയത് മെട്രിക്സ് 4, 6, 2, 2, 2, 4. സെക്കൻഡ് മെട്രിക്സ് 2400, 45, 1900, 55, 1800, 30. ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിച്ചാൽ ഓരോ ഫാമിലിയിലെയും ടോട്ടൽ കാലറീസും ടോട്ടൽ പ്രോട്ടീൻസും എത്രയൊക്കെ വേണ്ടി വരും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് വൈ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിലാണ് കണ്ടുപിടിക്കേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 4, 6, 2 അവർ യൂസ് ചെയ്യുന്ന കാലറീസ് ഇപ്പം കിട്ടുന്ന അവരുടെ ടോട്ടൽ കാലറീസ് ഫാമിലി എയിലെ ടോട്ടൽ കാലറി കിട്ടും. ദെൻ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് റോ ഫാമിലി എ ആണ്, ഫസ്റ്റ് ഇവിടുത്തെ സെക്കൻഡ് കോളം പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഫാമിലി എയിലെ മെമ്പേഴ്സ് യൂസ് ചെയ്യുന്ന റിക്വയർമെൻറ്റ് പ്രോട്ടീൻസിൻ്റെ റിക്വയർമെൻ്റ് ആണ് അവയുടെ പ്രോഡക്റ്റിൻ്റെ സം. അതേപോലെ സെക്കൻഡ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഫാമിലി ബിയിലെ മെമ്പേഴ്സിൻ്റെ കാലറീസിൻ്റെ റിക്വയർമെൻറ്റ്സ് ടോട്ടൽ റിക്വയർമെൻറ്റ്. അഗെയിൻ ഫാമിലി സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ഫാമിലി ബിയിലെ ടോട്ടൽ പ്രോട്ടീൻസിൻ്റെ റിക്വയർമെൻറ്റ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു വൈ first row into first column. 4 into 2400. 4 into 2400, 9600. Again 6 into 1900 plus 11,400. Again 2 into 1800. 3,600. First element കിട്ടി. Then first row in the second column 4 into 45 180 plus 6 into 55 330 plus 2 into 33 66. Again, second row in the first column, 2 into 2400, 4800, plus 2 into 1900, 3800, plus 4 into 1800, 7200. Again, second row into second column. 2 into 45, 90, plus 2 into 55, 110, plus 4 into 33, 126. 4 into 33, 66, 136, 32, 132. Okay, ആഡ് ചെയ്ത് നോക്കാം. ഇസ് ഈക്വൽ ടു മാട്രിക്സ് സം കാണുന്നു 24,600 കിട്ടും. Then
576. Again 15,800. Then 3. ഇവിടെ പ്രോഡക്റ്റ് മെട്രിക്സ് കിട്ടി 24,600, 576, 15,800, 332. ഇവിടെ ഫസ്റ്റ് എലിമെന്റ് എന്തിനെ മീൻ ചെയ്യുന്നതാണ്? ഫാമിലി എയിലെ ടോട്ടൽ കാലറീസ്. ഇവിടെ ഫാമിലി എയിലെ ടോട്ടൽ പ്രോട്ടീൻസ്. ഹിയർ ഫാമിലി ബിയിലെ ടോട്ടൽ കാലറീസിന്റെ റിക്വയർമെന്റ് 333. ഇവിടെ വരുന്ന ഫാമിലി ബിയിലെ പ്രോട്ടീൻസിന്റെ ടോട്ടൽ റിക്വയർമെന്റ്. ഓക്കെ, ഇതുപോലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക.